സന്തോഷത്തോടെ കഴിഞ്ഞു പോയിരുന്ന 2 കുടുംബങ്ങൾ. എന്നാൽ നിമിഷ നേരം കൊണ്ടാണ് വിധി ഒരു കഴുകനെ പോലെ എത്തി ആ വീടുകളിലെ വിളക്കുകളായിരുന്ന 2 പേരെ കൊത്തിപ്പറിച്ചു കൊണ്ടുപോയത്. മരണപ്പെട്ട ജോമോളുടെ ഏകമകൾ അമ്മ മരണപ്പെട്ടതറിയാതെ മരണത്തോട് മല്ലടിച്ച് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. സ്കൂളുകളിൽ പോകുന്ന മക്കളുടെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാവിലത്തെ സമയമെന്ന് പറയുന്നത് വളരെ വിലയേറിയതാണ്. വീട്ടിൽ ജോലികളെല്ലാം കഴിഞ്ഞ് മക്കളെ ഒരുക്കി അവർക്കുള്ളതെല്ലാം റെഡിയാക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കുക എന്നത് ഓരോ അമ്മമാരെ സംബന്ധിച്ചിടത്തോളവും അത് വലിയൊരു കടമ്പ തന്നെയാണ്. അങ്ങനെ അതിരാവിലെ എല്ലാം ഒരുക്കി പാലാ അന്തിനാട് സ്വദേശിനിയായ ജോമോൾ ബെന്നി മകൾ അന്നമോളെയും കൂട്ടി സ്കൂളിലേക്ക് പുറപ്പെട്ടതായിരുന്നു. ഇതേ സമയം തന്നെ മേലുകാവ് സ്വദേശിനിയായ ധന്യ മക്കൾക്കുള്ളതെല്ലാം ഒരുക്കി അവരെ സ്കൂളിലേക്ക് പറഞ്ഞുവിട്ട ശേഷം ജോലിക്കായും പുറപ്പെട്ടു. എന്നാൽ ആ 2 പേരുടെയും അവസാന യാത്രയായിരുന്നു ഇതെന്ന് ആരും ചിന്തിച്ചു പോലും കാണില്ല. പെരുമഴയത്ത് കണ്ണില്ലാതെ അമിത വേഗതയിലെത്തിയ 4 BDS വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ ഇവർ 2 പേരും ഓടിച്ചിരുന്ന സ്കൂട്ടറുകൾ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ശക്തമായ മഴയിൽ അമിത വേഗത്തിലെത്തി 2 സ്കൂട്ടറുകളെയും ഇടിച്ചു തെറിപ്പിച്ച കാർ പിന്നീട് മതിലിലിടിച്ചാണ് നിന്നത്. ധന്യയും ജോമോളും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. അന്നമോളെ ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പാലായിലെ സ്വകാര്യ BDS കോളേജിലെ 4 വിദ്യാർത്ഥികളാണ് കാറിലുണ്ടായിരുന്നത്. BDS പരിശീലനത്തിനായി രാമപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇവർ. പാലാ സെന്റ് മേരീസ് സ്കൂളിലേക്ക് മകളെ കൊണ്ടുവിടാനാണ് ജോമോൾ പോയിരുന്നത്. ധന്യ പാലായിലെ സ്വകാര്യ ബാങ്കിൽ ജീവനക്കാരിയാണ്. +1 വിദ്യാർത്ഥിയായ ശ്രീഹരിയും 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീനന്ദനുമാണ് ധന്യയുടെ മക്കൾ. ധന്യയുടെ ഭർത്താവ് മലേഷ്യയിൽ സ്വകാര്യ കമ്പനി ജീവനക്കാരനാണ്. 2 ആഴ്ച മുൻപാണ് ഇയാൾ മലേഷ്യയിലേക്ക് പോയിരുന്നത്. അതേസമയം സംഭവത്തിൽ കാറോടിച്ചിരുന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചെറുവിള വീട്ടിൽ ചന്ദൂസ് എന്ന യുവാവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.